മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. മധുരം ജീവിത സായാഹ്നം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മാതാപിതാക്കളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവർ ശ്രേയസ് അനുഭവിക്കുന്നു എന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും വിശ്വാസത്തിൽ മുന്നേറുകയും ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തെയാണ് മധുരം ജീവിത സായാഹ്നം എന്ന പരിപാടിയിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പാറേപ്പള്ളി സെന്റ് മേരീസ് ഇടവക അംഗമായ കുറ്റിക്കണ്ടം അന്നാമ്മ ജോസഫിന്റെയും മക്കളുടെയും വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇത് കുറ്റിക്കണ്ടം അന്നമ്മ ജോസഫിന്റെ ഭവനം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പാറേൽപ്പള്ളിയിലാണ് ഇവരുടെ ഭവനം. ഇതാണ് ഇവരുടെ ഇടവക ദേവാലയം, പാറേൽപ്പള്ളി സെയിന്റ് മേരീസ് ചർച്ച്. എല്ലാ അനുഗ്രഹവും ചൊരിയുന്ന ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ അമ്മ. 16 വർഷമായി നടക്കാൻ കഴിയാത്ത വിധം രോഗാവസ്ഥയിലാണെങ്കിലും അവശതകളേക്കാൾ എത്രയോ മടങ്ങ് ആനന്ദം ഈ അമ്മയ്ക്ക് ദൈവം നൽകുന്നു. മക്കൾക്കും തലമുറകൾക്കും ഏറെ പറയാനുണ്ട്. ഞാൻ അന്നമ്മ ജോസഫ്, ഈ വീട്ടിലെ ചാച്ചൻ്റെ അമ്മയുടെയും മൂത്ത മകൾ. ഞങ്ങളുടെ അമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ, അമ്മ അവകാശങ്ങളെപ്പറ്റി ഒട്ടും ബോധവതിയാകാതെ ഉത്തരവാദിത്വവും കടമയും അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ നിർവഹിച്ച ഒരാളാണ്. അതുപോലെ തന്നെ ഞങ്ങളെ വളർത്തുന്ന കാര്യത്തിലാണെങ്കിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും തളരാതെ ഉറച്ച ബോധ്യങ്ങളോടെ നല്ല കരുത്തുള്ള മക്കളായി വളർത്തിക്കൊണ്ട് വന്നയാളാണ് അമ്മ. ജീവിതത്തിൽ വളരെയേറെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുള്ളപ്പോഴും ഒരു പുഞ്ചിരിയോടെ അതിനെയെല്ലാം നേരിട്ടയാളാണ് അമ്മ. അതുപോലെ ഇപ്പോഴും ഈ ബെഡ്രിഡനായി 15 ഇയേഴ്സായി, എന്നാൽ പോലും അമ്മ ഒരു ചിരിയോടെ ഇപ്പോഴും ചുറ്റിനും പ്രകാശം പരത്തുന്ന, പോസിറ്റീവ് എനർജി പരത്തുന്ന ഒരു വ്യക്തിയാണ്. ചാച്ചനെ പറ്റി പറഞ്ഞാൽ, ചാച്ചൻ കഠിനാധ്വാനിയായിരുന്നു. ഞങ്ങളെ നല്ല ജീവിത നിലവാരത്തിൽ വളർത്തി, നല്ല നിലയിൽ വിദ്യാഭ്യാസം തന്ന്, നല്ല പുരുഷന്മാരെ കണ്ടുപിടിച്ച് ഞങ്ങളെ വിവാഹം ചെയ്ത് അയച്ചു. അതുപോലെ ചാച്ചൻ സഹോദരങ്ങളോടെല്ലാം വളരെ അനുഭാവപൂർവമായ സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിയ ആളാണ് ചാച്ചൻ. അക്കാര്യത്തിൽ ഞങ്ങൾ വളരെയേറെ അഭിമാനിക്കുന്നു. ചാച്ചൻ്റെ അമ്മയുടെയും ആ മക്കളിൽ മൂത്തയാളാണ് ഞാൻ. മക്കളിൽ രണ്ടാമത്തതുമാണ്. എൻ്റെ ഭാര്യയാണിത്, സാലിക്കുട്ടി. എൻ്റെ മക്കൾ 4 പേരാണ്. മോളാണിത്. ബാക്കി നിൽക്കുന്നത് 3 ആമക്കളും മരുമോനാണ് അത് നിൽക്കുന്നത്. ഇത് കൊച്ചുമക്കളാണ് ഞങ്ങൾ 3. പിന്നെ ചാച്ചനും അമ്മയും നല്ലവണ്ണം അധ്വാനിച്ച് ജീവിച്ചവരാണ്. അത് കണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങളോടെല്ലാം വളരെ കരുതലായിരുന്നു ചാച്ചനും അമ്മയ്ക്കും. ഞങ്ങളെല്ലാം നല്ല രീതിയിൽ വളർത്താനും നല്ല രീതിയിൽ പഠിപ്പിക്കാനും ബിസിനസ്സുകൾ പഠിപ്പിക്കാനും എല്ലാം 2 പേരും കൂടെ വളരെയധികം പരിശ്രമിച്ച് നടത്തിയതാണ്. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിജയം. ഞങ്ങളെല്ലാം സന്തോഷമായിട്ട് നിൽക്കുന്നതും അമ്മ സന്തോഷമായിട്ട് നിൽക്കുന്നതിനും കാരണം അതാണ്. അമ്മയുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾ കുടുംബത്തിലുള്ള അംഗങ്ങൾ മുഴുവൻ, എനിക്ക് എൻ്റെ 6 സഹോദരങ്ങളും ഞാനും എൻ്റെ കുടുംബവും മറ്റുള്ളവരുടെ കുടുംബവും എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാണ് അമ്മയ്ക്ക് വേണ്ടി ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല. അമ്മയ്ക്ക് മക്കളെന്നും കൊച്ചുമക്കളെന്നും വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അമ്മയ്ക്ക് എപ്പോഴും മക്കളെ കണ്ടുകൊണ്ടിരിക്കണം. എല്ലാ കാര്യത്തിനും അന്വേഷണങ്ങളായിരിക്കും. അമ്മ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഏത് കാര്യം ഉണ്ടെങ്കിലും അമ്മ കൃത്യം ഡേറ്റുകളാണ് ഓർത്തിരുന്നാണ് കാര്യങ്ങൾ പറയുന്നത്.
അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ ഡേറ്റിലും ഓരോ കാര്യങ്ങൾ പറയും. ഓരോരുത്തരുടെ ബർത്ത്ഡേ ആണെങ്കിലും പിന്നെ ഓരോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായതാണെങ്കിലും എല്ലാം. എപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കുവിൻ എന്ന തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ സന്തോഷം മായാത്ത മുഖവുമായി ജീവിക്കുന്ന അന്നമ്മ ജോസഫ് എന്ന അമ്മ. മൂന്നാമത്തെ മകൻ ബെന്നിയും ഭാര്യ സോണിയും മക്കളും അമ്മയുടെ സാന്നിധ്യത്തിൽ കൂടുതൽ സന്തോഷിക്കുന്നവരാണ്. ചാച്ചൻ്റെ അമ്മയുടെയും 7 മക്കളിൽ മൂന്നാമത്തതാണ് ഞാൻ. എൻ്റെ പേര് ബെന്നി, എൻ്റെ ഭാര്യ സോണിയ. എനിക്ക് 2 മക്കളാണുള്ളത്. എൻ്റെ മകൻ ജോസ്ബി, മകൾ ജിയാൻ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ കുറ്റിക്കണ്ടം ബിൽഡേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്നു. അതിലേക്കൊക്കെ വഴിതെളിച്ചത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും എൻ്റെ ചാച്ചൻ്റെ കഠിനാധ്വാനം കണ്ടുള്ള എൻ്റെ ഒരു ജീവിതവുമാണ്. ചാച്ചൻ വളരെ അധ്വാനിയായിരുന്നു. ചെറുപ്പം മുതലേ നന്നായിട്ട് അധ്വാനിച്ച് തടിക്കച്ചവടം ചാച്ചൻ തുടങ്ങിയതാണ്. ഞങ്ങളുടെ ഫാമിലി ബിസിനസ് തടിക്കച്ചവടമാണ്. അത് ചാച്ചൻ തുടങ്ങിയതാണ്. അതിപ്പോൾ ചേട്ടൻ ഏറ്റ് നടത്തുന്നു. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ നിലയിലൊക്കെ എത്താൻ എനിക്ക് സാധിച്ചതെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ചെറുപ്പം മുതലേ നന്നായിട്ട് പ്രാർത്ഥിക്കാനും നന്നായിട്ട് ജീവിക്കുവാനും അമ്മ വളരെ ഭംഗിയായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ചാച്ചൻ്റെ അധ്വാനത്തിലും അമ്മയുടെ സഹനത്തിലും കൂടിയാണ് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത്. അതാണ് ഞങ്ങളുടെ ഉയർച്ചയുടെയും ഞങ്ങളുടെ വളർച്ചയുടെയും താങ്ങും തണലുമായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് ഇതുവരെ ഒരു പരാതിയോ ഒരു ദേഷ്യമോ ഒന്നും അമ്മയെ കിടപ്പിൽ കാണിച്ചിട്ടില്ല. എപ്പോഴും പ്രാർത്ഥനയും എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുകയും അമ്മയെ കാണാൻ വരുന്നവരാണെങ്കിൽ തന്നെ എപ്പോഴും പറയുന്നത് അമ്മ ഒരു രോഗിയാണെന്ന് അവർക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. കാരണം ഇവിടെ വരുന്നവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത്. അതുപോലെ അകന്ന ബന്ധുക്കളാണെങ്കിൽ പോലും അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താനൊക്കെ അമ്മ വളരെയധികം ശ്രദ്ധ കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ മലബാറിലും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ എപ്പോഴും ഫോൺ വിളിക്കാനും അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താനും അതുപോലെ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ള ഒരമ്മയാണ്. അമ്മയെ നോക്കാൻ കിട്ടിയ ഈ നിമിഷങ്ങൾ വളരെ അനുഗ്രഹപ്രദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൃപ വർഷിക്കാനുള്ള മാർഗമായിട്ട് ഞാനിതിനെ കാണുന്നു. ഞങ്ങൾ ചാച്ചനും അമ്മയ്ക്ക് 7 മക്കളാണ്. ഞാൻ 4ാമത്തെ മകളാണ്. എൻ്റെ പേര് ലില്ലിമ്മ. എനിക്കൊരു മകള്, അതിൻ്റെ ഹസ്ബൻഡാണ്, അതിൻ്റെ കൊച്ച്. അപ്പം ചാച്ചനെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് ചാച്ചൻ്റെ അധ്വാനമാണ്. ചാച്ചനൊരു അധ്വാനശീലനായിരുന്നു. അതുപോലെ ഞങ്ങളുടെ വിശ്വാസ കാര്യങ്ങളിലൊക്കെ ചാച്ചന് വളരെ നിർബന്ധമായിട്ട് പല കാര്യങ്ങളും 7:30 മണിക്ക് കുരിശ് വരയ്ക്കണം, അവധിയുള്ള ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകണം. അതൊക്കെ ചാച്ചന് നിർബന്ധമുള്ള കാര്യമായിരുന്നു. 7:30 മണിക്ക് ചാച്ചൻ വരും. ആ സമയത്ത് എല്ലാവരും ഒന്നിച്ച് കുരിശ് വരയ്ക്കാൻ റെഡി ആയിരിക്കണം. അത് വളരെ നിർബന്ധമായിരുന്നു. പിന്നെ വീടിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അമ്മയുടെ സഹനമാണ്. അമ്മ ഒരുപാട് സഹനത്തിലൂടെ കടന്നുപോയൊരു സ്ത്രീയാണ്. അമ്മയ്ക്ക് ഇപ്പോഴും അതുപോലെ തന്നെ അമ്മ ഒരു വലിയ സഹനത്തിൻ്റെ ഒരു മാലാഖ തന്നെയാണ് അമ്മ. 16 വർഷമായിട്ട് ബെഡ് റിഡനാണ്. പക്ഷേ ഇവിടെ വരുന്ന പലരും വളരെ അതിശയത്തോടുകൂടി പറയാറുണ്ട് അമ്മയുടെ മുഖം എത്രമാത്രം സന്തോഷമായിട്ടിരിക്കുന്നു, ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന്. അമ്മയുടെ സന്തോഷത്തിൻ്റെ ഉത്തരവാദികൾ ശരിക്കും അമ്മയുടെ കൂടെയുള്ള അമ്മയുടെ ഇളയ മകനും മരുമകളും അതോടൊപ്പം അവരോടൊപ്പം ചേർന്ന് എല്ലാ കാര്യത്തിനും സഹകരിക്കുന്ന അമ്മയുടെ മൂത്ത മകൻ. ഞങ്ങൾക്ക് 2 ആങ്ങളമാരാണ്, മൂത്ത മകനും മൂത്ത മകൻ്റെ ഭാര്യയും. ഇതാണ് അമ്മയുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. മധുരം ജീവിത സായാഹ്നം മഹനീയം. മക്കൾ അടുത്തുള്ളപ്പോൾ ഇരട്ടി സന്തോഷം. പരാതികളോ പരിഭവങ്ങളോ ഇല്ല. ഈ അമ്മയ്ക്ക് നന്ദി മാത്രം. വേണ്ട കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. എൻ്റെ പേര് റോസ്. ഞാൻ അമ്മച്ചിയുടെ 6ാമത്തെ മോളാണ്. ഞാൻ ഏറ്റുമാനൂർ ആലഞ്ചേരിയിലാണ് എന്നെ കെട്ടിച്ചിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. എൻ്റെ ഹസ്ബൻഡ് ബേബി തോമസ്. 3 മക്കളുണ്ട്. മൂത്തയാൾ ക്രിസ്റ്റി, 2ാമത്തെ ആൾ ജോ, 3ാമത്തെ ആൾ എമ്മാനുവൽ. ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചാച്ചൻ്റെ സഹോദരങ്ങളുടെ മക്കളും
സഹോദരങ്ങളും എല്ലാം ഒത്തിരി പേര് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ എല്ലാവരെയും ഇത്രത്തോളം എത്തിച്ചത്. കുടുംബജീവിതത്തിലെത്തിയപ്പോൾ അമ്മയാണ് ഞങ്ങളുടെ എല്ലാത്തിലും മാതൃക. പക്ഷേ അമ്മയോളം ജോലി ചെയ്യാനോ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ചെയ്താണ് ഇത്രത്തോളം എത്തിയത്. ചാച്ചൻ്റെ സഹോദരങ്ങളുടെ മക്കളും സഹോദരങ്ങളും എല്ലാമായിട്ട് വലിയൊരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും ഞങ്ങളുടെ മക്കളുടെ വളർച്ചയിലും അമ്മയുടെ പ്രാർത്ഥനയ്ക്കൊരു വലിയ പങ്കുണ്ട്. ഞാൻ ചാച്ചൻ്റെ അമ്മയുടെയും 7ാമത്തെ മകളാണ്. ഞങ്ങൾ 7 പേരാണ്. ഞാൻ 7ാമത്തെ മോള്. എൻ്റെ പേര് ലാലിമ. ചാച്ചനെ അമ്മേനെ പറ്റി ഓർക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ചാച്ചൻ്റെ അമ്മയുടെയും വാത്സല്യത്തെ പറ്റിയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇളയതായതുകൊണ്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ വാത്സല്യം അനുഭവിച്ച ആൾ. ഇപ്പോഴും ചാച്ചനെ അമ്മേനെ ഓർക്കുമ്പം ഓരോ മക്കളെയും പേഴ്സണലായിട്ട് കരുതാനും ഞങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ഞങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും പേഴ്സണലായിട്ട് കരുതുന്നവരായിരുന്നു അവർ 2 പേരും, ചാച്ചനും അമ്മയും. അവരുടെ ഒത്തിരി അധ്വാനത്തിൻ്റെയും അവരുടെ ഒത്തിരി സഹനത്തിൻ്റെ ഇടയിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ അവർ ശ്രദ്ധാലുക്കളായിരുന്നു. ഞങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ആരോഗ്യ കാര്യത്തിലും ചാച്ചനും അമ്മയും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഞങ്ങളെ മൂത്തവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരെ നന്നായി ബഹുമാനിക്കാൻ പഠിപ്പിച്ചതിൽ അമ്മയ്ക്ക് നല്ലൊരു റോളുണ്ട്. അമ്മ ഞങ്ങളോട് പറഞ്ഞു തരുമായിരുന്നു, ജീവിതമായാൽ സഹനങ്ങളുണ്ടാവും, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു തരുമായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് ഞങ്ങളത് സ്വീകരിച്ചു. ഞങ്ങളുടെയും കുടുംബജീവിതം ഇവിടം വരെ എത്തിയത് അമ്മ തന്ന ആ ഉപദേശത്തിൻ്റെ ഭാഗം കൊണ്ട് തന്നെയാണ്. കൊച്ചുമക്കളുടെ സാന്നിധ്യം നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. ഈ മിടുക്കന്മാരെയും മിടുക്കുകളെയും കണ്ടാൽ അമ്മ എല്ലാം മറക്കും. ഞാൻ അമ്മച്ചിയുടെ 3ാമത്തെ കൊച്ചുമോളാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ടോജി. അമ്മച്ചിയെ പറ്റി പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നാലും അമ്മച്ചി ഞങ്ങളെല്ലാവരെയും പേരെടുത്ത് വിളിച്ച് വർത്താനം പറയും. അതുപോലെ തന്നെ അമ്മച്ചിക്കൊരു സുതിയും ഒരു ഉമ്മയൊക്കെ കൊടുത്താണ് ഞങ്ങൾ അമ്മച്ചിയോട് വർത്താനം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടെയും ബർത്ത്ഡേയും ഓരോരുത്തരുടെയും ഫോൺ നമ്പരും ഒക്കെ അമ്മയ്ക്ക് കാണാതറിയാം, അമ്മച്ചിക്ക് കാണാതറിയാം. അമ്മച്ചി പറയുന്നത് അമ്മച്ചിയുടെ 46ാമത്തെ മകനാണ് ഞാനെന്നാണ്. ഇപ്പം എൻ്റെ വൈഫിൻ്റെ ഗ്രാൻഡ് മദറാണ് അമ്മച്ചി. എനിക്ക് ഗ്രാൻഡ് ഫാദർ പേരൻസായിട്ട് ആരും തന്നെ ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഇപ്പം എനിക്ക് ഉള്ള ഒരേ ഒരു ഗ്രാൻഡ് മദർ അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചിയുടെ സന്തോഷവും പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾക്കെപ്പോഴും അനുഗ്രഹമായിട്ട് മാറാറുണ്ട്. അപ്പോൾ എൻ്റെ മകനും അമ്മച്ചി അതുപോലെ തന്നെയാണ്. അമ്മച്ചി പെട്ടെന്ന് ആരെ കണ്ടാലും അവരുടെ പ്രായത്തിലേക്ക് വന്ന് അവരിൽ ഒരാളായിട്ട് മാറുന്നൊരു ക്യാരക്ടറാണ് അമ്മച്ചിയുടെ. അപ്പം പ്രത്യേകിച്ച് പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അവരെ പോലെ പെട്ടെന്ന് അവരുടെ കൂടെ കളിക്കുകയും ചിരിക്കുകയും അമ്മച്ചിയുടെ വിഷമങ്ങളൊക്കെ മറന്ന് അവരുടെ കൂടെ ഒന്നായി ചേരുന്ന ഒരു ക്യാരക്ടറാണ് അമ്മച്ചിയുടെ. എപ്പം ഇവിടെ വന്നാലും നമ്മൾ റൂമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു നിഴൽ കണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു ശബ്ദം കണ്ട് ഇന്നയാളല്ലേ എന്ന് അമ്മച്ചി ഇങ്ങനെ ഉറക്കെ വിളിക്കാറുണ്ട്. അപ്പം എപ്പം വന്നാലും അമ്മച്ചിക്കൊരു സുതിയും ഒരു ഉമ്മയും കൊടുക്കുന്ന അമ്മച്ചിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ പേര് ആൻ. ഞാൻ അമ്മയുടെ മൂത്ത മോൻ്റെ മൂത്ത മോളാണ്. ഇതെൻ്റെ പിള്ളേരാണ്. എനിക്ക് 3 പിള്ളേരാണുള്ളത്. അമ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ അമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഞങ്ങൾ ആര് ചെന്നാലും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എന്നുള്ളത്. ഉമ്മ കൊടുത്തില്ലെങ്കിൽ അമ്മ ഞങ്ങളോട് ചോദിച്ച് ഉമ്മ മേടിക്കും. പിന്നെ എല്ലാ ഡേറ്റും ഓർത്തിരിക്കുന്നു. മെമ്മറി പവർ അമ്മയുടേത് അപാരമാണ്. ആരും ഓർക്കാത്ത കാര്യങ്ങളും അമ്മ ഓർത്തിരിക്കും എന്നുള്ളത് അതൊരു ഭയങ്കര അത്ഭുതകരമായ കാര്യമാണ്. അത് ആ കൃത്യസമയം വരെ അമ്മ വേണമെങ്കിൽ ഓർത്തിരുന്നിട്ട് ഞങ്ങളിപ്പോൾ 1 മാസമായിട്ട് കണ്ടില്ല, നമ്മളവർക്ക് 2-3 ദിവസം ആയുള്ളല്ലേ, ഒരാഴ്ച ആയുള്ളൂ എന്നുള്ളത്. അമ്മ കൃത്യം പറയും, ഇന്ന ദിവസം ഇന്ന സമയമാണ് നീ എന്നെ കാണാൻ വന്നത്, കാണാൻ വന്നിട്ട് ഒരാഴ്ചയായി, എന്നാ വരാത്തേന്ന് വിളിച്ച് ചോദിച്ച് അമ്മ ഞങ്ങളെ എപ്പോഴും അടുത്ത് വേണമെന്നുള്ളതാണ്. അമ്മയ്ക്ക് ഞങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് അമ്മയുടെ ഒരു വലിയ ആഗ്രഹം. സോ അമ്മയുടെ ആയിട്ടുള്ള ഏറ്റവും കോർ മെമ്മറി എന്ന് പറയുന്നത് എൻ്റെ അമ്മ വർക്കിംഗ് ആണ്. സോ ഞാൻ ഇവിടുത്തെ അമ്മയുടെ ഏറ്റവും മൂത്ത മോളുടെ ഏറ്റവും ഇളയ മോളാണ്. അമ്മ വർക്കിംഗ് ആയതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്കെല്ലാം എന്നെ ചാച്ചൻ്റെ മില്ലിൻ്റെ അവിടെ വിട്ടിട്ട് പോവായിരുന്നു, എങ്ങാനും വീട്ടിൽ ആരെങ്കിലും നോക്കാനില്ലാത്ത സമയത്ത്. അങ്ങനെയുള്ള ഏറ്റവും കോർ മെമ്മറിയാണ്. ചാച്ചൻ്റെ അവിടെ എൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പഴയ അംബാസഡർ കാറിൽ
20 km/h മാത്രം ഓടിച്ചിരുന്ന അംബാസഡർ കാറിൽ വേഗം എത്തിക്കായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ അടുത്ത് ഫുഡ് കഴിക്കാൻ. എപ്പോഴും ഫുഡ് കഴിച്ച് ഉമ്മ തന്നിട്ടേ അമ്മ എന്നെ വിടത്തുള്ളൂ. അതുകൊണ്ട് അമ്മയില്ലാതെ അമ്മ സ്കൂളിൽ പോയ വിഷമം ഒന്നും അറിയിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന സമയം എല്ലാം നോക്കിയിട്ടുള്ളതാണ് എൻ്റെ അമ്മയും എൻ്റെ ചാച്ചനും. അതാണ് ഏറ്റവും എൻ്റെ കോറസ്റ്റ് മെമ്മറിയിലൊന്ന്. എൻ്റെ പേര് ജോസഫ്, അച്ഛമ്മയുടെ കൊച്ചുമോനാണ്. അപ്പം ഇതിനെപ്പറ്റിയുള്ള ഓർമ്മകളെന്ന് പറയുമ്പം അച്ഛമ്മേനെ പറ്റി പറഞ്ഞാൽ എപ്പോഴും വരുമ്പം ആദ്യം പോയി കാണും. കുറേ ഉമ്മ വരും, പെരുന്നാളിന് വരുമ്പോൾ പെരുന്നാൾപ്പൊടി തരും. പിന്നെ കുറേ പലഹാരം കാണും, പുതപ്പ് കാണും, ബെഡ്ഷീറ്റ് കാണും, അതെല്ലാം വാരിക്കോരി തരും. പിന്നെ ചാച്ചനെ പറ്റി പറയുമ്പം പണ്ടത്തെ ഓർമ്മയുള്ളൂ. പണ്ട് ഇവിടെ അമ്മ വീട്ടിൽ നിൽക്കാൻ വരുമ്പം ചാച്ചൻ കട അടച്ച് വരുമ്പോൾ പേടയൊക്കെ ആയിട്ട് വരുമായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഓർമ്മകൾ ഇതൊക്കെ ഉള്ളൂ. എൻ്റെ പേര് ജോർജ്. ഞാൻ അമ്മയുടെയും ചാച്ചൻ്റെയും മൂത്ത മോൻ്റെ മോനാണ്. ചാച്ചൻ്റെ അമ്മയുടെയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് തൊട്ടേ ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഒത്തിരി മെമ്മറീസ് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് രണ്ടുപേരും. അതിൽ എസ്പെഷ്യലി ചാച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ തടിമില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു സ്കൂളിൻ്റെ നേരെ അടുത്തായിരുന്നു. ഞങ്ങളൊക്കെ സ്കൂൾ കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകിട്ട് മില്ലേക്ക് ചാച്ചനെ കാണാൻ ചെല്ലുന്നു. ചാച്ചനെ കാണുന്നതിനേക്കാളും മുന്നേ ഞങ്ങൾ ഓടുന്ന ഒരു ബേക്കറിയിലോട്ടാണ്. ഇവിടുത്തെ ഒരു ഫേമസ് ബേക്കറി ഉണ്ട്, കൊയിലോ ബേക്കറി. അവിടുത്തെ പപ്സ്, നാരങ്ങ വെള്ളം, കൂൾ ഡ്രിങ്ക്സ്, ഇത് മാത്രമായിരുന്നു ഞങ്ങൾ ആമ്പിള്ളേരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. എന്നിട്ട് മാസം അവസാനം ചാച്ചന് അതിൻ്റെ ബില്ല് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ചാച്ചൻ്റെ വായിരിക്കുന്ന ബാക്കി നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് നേരെ എതിർവശം ഇങ്ങനെയായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എപ്പോൾ രാവിലെ എഴുന്നേറ്റ് അവിടെ ചെന്നാലും പാല് കാച്ചി തരിക എന്നുള്ളത് അമ്മയുടെ മെയിൻ ഒരു അജണ്ടയായിരുന്നു. എല്ലാവരും ഇഷ്ടം പോലെ പാലും ആഹാരങ്ങളും നിന്ന് നല്ല ആരോഗ്യവാന്മാരായിട്ടാണ് ചാച്ചനും അമ്മയും രണ്ടുപേരും വളർത്തിയിരുന്നത്. പിന്നെ വിശേഷ ദിവസങ്ങൾ, എല്ലാ പ്രത്യേകതര ദിവസങ്ങൾ എല്ലാവർക്കും കൊച്ചുമക്കളെല്ലാം വിളിച്ചു കൂട്ടി എല്ലാവർക്കും എന്തൊക്കെ വേണം അതൊക്കെ എല്ലാം മേടിച്ച് കൊടുത്തും. ചാച്ചൻ്റെ പഴയ ഒരു അംബാസഡർ കാറുണ്ട്, 64 മോഡൽ. അതിനെ ഞങ്ങൾ കുളിപ്പിച്ച് തേപ്പിച്ച് കുട്ടപ്പനാക്കി ചാച്ചൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒത്തിരി യാത്രകളും എല്ലായിടത്തും ചാച്ചൻ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നല്ല പരിപാടിയായിട്ട് പോകുന്നു, എല്ലാം നല്ലതായിട്ടിരിക്കുന്നു. അച്ഛമ്മ കൊച്ചുമക്കളെ എല്ലാവരെയും കൂടി ഇങ്ങനെ ഒരുമിച്ച് കണ്ടിട്ട് കുറേ നാളായില്ലേ? ഇങ്ങനെയുണ്ട് ഇപ്പൊ കണ്ടപ്പോ? സന്തോഷമായോ? സന്തോഷമായി അച്ഛമ്മയ്ക്ക് സന്തോഷം. എൻ്റെ മക്കളെ എല്ലാവരും കൂടെ ഒന്നിച്ച് കണ്ടു. പ്രത്യേകിച്ച് നിങ്ങളെ രണ്ടുപേരെ എനിക്ക് എന്ന് വരൂ എന്നുള്ള ചോദ്യമായിരിക്കും പിള്ളേരെ. എൻ്റെ മോള് ദൂരെ പഠിക്കാൻ പോയത് എനിക്ക് സങ്കടമാണ്. 2 ക്ലാസ്സോട് കഴിഞ്ഞിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി പഠിച്ചാൽ മതിയായിരുന്നു എൻ്റെ മോളെ. എൻ്റെ മോൻ വിളിക്കുന്നുണ്ടോ എന്ന് ഞാൻ എന്നും ചോദ്യമാണ്. ഈ അത്രയ്ക്ക് സന്തോഷമായി. എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും കുഞ്ഞുമക്കളെയും, എന്തിയാ കുഞ്ഞുമക്കളെയും കൊണ്ട് ഇറങ്ങിപ്പോയോ? കുഞ്ഞുമക്കളെ എല്ലാവരെയും കണ്ടത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. മക്കളും കൊച്ചുമക്കളും കുഞ്ഞുമക്കളും എല്ലാം ഇനിയും വേറെ കൊണ്ടേ എല്ലാവരെയും കണ്ടു. 2-3 പേരെയും കൂടെ കണ്ടു. അവർ പോയി. ബാക്കിയുള്ളവരാരും അമേരിക്കയിലും ഒക്കെ ഉള്ളവർ വന്നില്ല. അങ്ങനെ ഭയങ്കര സന്തോഷവതിയായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഇവിടെ കഴിഞ്ഞു കൂടുന്നു. എനിക്ക് പിള്ളേരുടെ ഉമ്മ എനിക്ക് വേണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് എൻ്റെ കൊച്ചുമക്കളെ. കുച്ചിക്കണ്ടം കുടുംബത്തെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും അവരുടെ ആത്മീയ ഗുരുവും വികാരിയുമായ ഫാദർ ജേക്കബ് വാരിക്കാട് ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഈ ഭവനത്തിലെ കുടുംബനാഥ ശ്രീമതി അന്നമ്മ ജോസഫ് വർഷങ്ങളായി ശാരീരികമായി ബലഹീനതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. പക്ഷേ ഹൃദയത്തിൽ വലിയ സ്നേഹവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് തൻ്റെ കിടക്കയിൽ ജീവിതം നയിക്കുന്നു. തമ്പുരാനിലുള്ള വലിയ ആശ്രയബോധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി, എപ്പോഴും ദൈവസാന്നിധ്യ സ്മരണയോടെ ജീവിക്കുന്ന, ഈശോയുടെ നാമമധുരങ്ങളിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമ. മക്കളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും ശുശ്രൂഷയും അമ്മയെ ഒത്തിരിയേറെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കുടുംബത്തിൻ്റെ നാഥനായിട്ടുള്ള ബെന്നിയും ജീവിത പങ്കാളി സോണിയായും കൊച്ചുമക്കളും ഒപ്പം ബെന്നിയുടെ മറ്റ് സഹോദരങ്ങളും എല്ലാവരും നൽകുന്ന സ്നേഹവും ആ സൗഹൃദത്തിൻ്റെ അമ്മയോടുള്ള ആ വലിയ ഊഷ്മളമായ ബന്ധത്തിൻ്റെ തലങ്ങളൊക്കെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അമ്മയെ മക്കൾ ഇടയ്ക്കിടെ സന്ദർശിക്കുന്നതും ആവശ്യമായിട്ടുള്ള സ്നേഹവും പരിചരണവുമൊക്കെ അനുഭവവേദ്യമായ രീതിയിൽ പകരുന്നതും എല്ലാം ഈ കുടുംബത്തിൻ്റെ അനന്യം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള കുടുംബത്തിൻ്റെ ഊഷ്മളത കൈമാറുന്ന ബന്ധങ്ങൾ, അനുഭവങ്ങൾ ഏറെ കുറയുമ്പോൾ ഈ ഭവനം ഇക്കാര്യത്തിൽ വേറിട്ട് നിൽക്കുന്നു.
ഭവനത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ഏറെ സന്തോഷത്തോടെ സ്വാഗതമോതുന്ന, എല്ലാവരോടും സന്തോഷത്തോടെ ഹൃദയത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന അമ്മച്ചിയെ ഞങ്ങൾ ഒത്തിരിയേറെ ആദരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. സ്നേഹവും ഐക്യവും വിളിച്ചറിയിക്കുന്ന കൂട്ടായ്മ. തിരുസഭയോട് ചേർന്നുള്ള ഈ പ്രാർത്ഥനാ ജീവിതം ഇവരെ കൂടുതൽ അനുഗ്രഹീതരാക്കുന്നു. യേശുക്രിസ്തു വസിക്കുന്ന കുടുംബത്തിൽ സ്നേഹം വറ്റിവരണ്ടു പോകില്ലെന്ന് നമ്മെയും പഠിപ്പിക്കുകയാണ് ഈ കുറ്റിക്കണ്ടം കുടുംബം. കുടുംബം ഒരു മനോഹര ഗാനം. ഒരുമിച്ചിരിക്കാനും പങ്കുവയ്ക്കാനും ഈ കുടുംബാംഗങ്ങൾ സമയം കണ്ടെത്തുന്നു. പരസ്പര ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ ഇവർ പുതുതലമുറയെ പഠിപ്പിക്കുകയാണ്. ഒരു മനോഹര ഗാനം. കുടുംബം ഒരു ഗാനം, സ്നേഹ സമ്മാനം. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു മനോഹര സന്ദേശം അഭിമന്യ പിതാവിൽ നിന്ന് നമുക്ക് കേൾക്കാം. കുറച്ചുനാൾ മുമ്പ് ഞാനൊരു ഇടവക ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ പ്രവാസികളായി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിശ്വാസ തീവ്രതയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ മക്കൾ കേരളത്തിൽ നിന്ന് പ്രവാസികളായിട്ട് എവിടെ പോയാലും, കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് വെളിയിലോ എവിടെ പോയാലും അവിടെയെല്ലാം ഈ നാട്ടിൽ നിന്ന് കിട്ടിയ, വീട്ടിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങൾ കൊണ്ടുപോയി നല്ല വിശ്വാസ ജീവിതം, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായൊരു വിശ്വാസ ജീവിതം നയിക്കുന്ന ആളുകളാണ് എന്നുള്ള വസ്തുത അടിവരയിട്ട് ഞാൻ സംസാരിച്ചു. എൻ്റെ പ്രസംഗം കഴിഞ്ഞ് പ്രസംഗിക്കാനായിട്ട് വന്ന ഇടവക വികാരിച്ചൻ പറഞ്ഞു, പിതാവ് പ്രസംഗത്തിൽ സൂചിപ്പിച്ച കാര്യം ശരിയാണെങ്കിലും അതോടൊപ്പം വിസ്മരിക്കപ്പെടുന്ന മറ്റൊരു മേഖലയിലോടുകൂടി ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നൊരു വസ്തുത, ആ ഇടവകയിലെ അനേകം വീടുകളിൽ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നൊരു പഠനത്തിന് വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. ഒക്കെ പല സാഹചര്യങ്ങൾ കൊണ്ടാവാം മക്കൾ പഠിക്കാനായിട്ടും ജോലിക്കായിട്ടും അവരങ്ങനെ പോകുന്നത് കൊണ്ട് അതിൽ മാതാപിതാക്കൾക്കും വിഷമം ഉണ്ടാവുകയില്ല. എങ്കിലും ഈ പഠനത്തിൻ്റെയും ജോലിയുടെയും വ്യഗ്രതകൾക്കിടയിലും മാതാപിതാക്കൾ അവരുടെ ജീവിത സായാഹ്നം ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അനുഭവിക്കുന്നത് എന്ന് വരാതിരിക്കാനായിട്ടുള്ള സവിശേഷമായൊരു ശ്രദ്ധ മക്കൾ പുലർത്തേണ്ടതാണ്. ചിലരൊക്കെ അവരുടെ ജോലി രാജിവെച്ച് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനായിട്ട് ജീവിതം സമർപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള അതല്ല എങ്കിൽ തന്നെയും ഏതെങ്കിലും വിധത്തിൽ അവരുടെ രോഗത്തിൻ്റെയും പ്രായത്തിൻ്റെയും സന്ദർഭങ്ങളിൽ തങ്ങൾ മക്കളാൽ പരിഗണിക്കപ്പെടുന്നില്ല, സ്നേഹിക്കപ്പെടുന്നില്ല എന്നൊരനുഭവത്തിലേക്ക് മാതാപിതാക്കൾ പോകാതിരിക്കാനായിട്ട് ഉള്ള ഒരു സവിശേഷമായ ശ്രദ്ധ മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ദൈവം നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മക്കളെ സ്നേഹപൂർവ്വം വളർത്തിയ മാതാപിതാക്കളെയും മാതാപിതാക്കളെ താല്പര്യപൂർവ്വം ശുശ്രൂഷിക്കുന്ന മക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി. ആമേൻ. രോഗത്തിലും വാർദ്ധക്യത്തിലും മാതാപിതാക്കളെ മാറ്റി നിർത്തുന്ന അനേകം കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ വ്യത്യസ്തമായ ഒരു കുടുംബത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. രോഗത്താൽ തളർന്ന 16 വർഷങ്ങൾ അമ്മയെ മാറ്റി നിർത്താതെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ 7 മക്കൾ. ഇവരോടൊപ്പം കൈകോർത്ത് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മുന്നേറുന്ന ഈ കുടുംബം അനേകം കുടുംബങ്ങൾക്ക് മാതൃകയാണ്. സ്നേഹത്തിലും ഐക്യത്തിലും കുറ്റിക്കണ്ടം കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന അന്നമ്മ ജോസഫ് എന്ന ഈ അമ്മച്ചിക്ക് നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ ഉപഹാരം നൽകുകയാണ്.
മധുരം ജീവിത സായാഹ്നത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി. മധുരം ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 6235356364.